ഹലോ സാറേ, കുട്ടീനെ പാമ്പ് കടിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാറ് ടി വെച്ചെന്ന് ഗുളിക തന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ പോകായിരുന്നു. അല്ല മാഷേ, കുട്ടിക്ക് പാമ്പ് കടിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇവിടുന്ന് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു തരാം. എങ്കിലും ഒരു സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നതാണ് നല്ലത്. കുഴപ്പമില്ലെങ്കിൽ തിരിച്ചു പോരാലോ. അല്ല സാറേ, ഡോക്ടറെ ഇതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 മണിക്കൂറായി ഇതിൽ വീക്കോ അല്ലെങ്കിൽ മുറി കടിച്ചു കൊടുത്തൊരു പാടോ വേദനയോ അല്ലെങ്കിൽ വേക്കോ അല്ലെങ്കിൽ കുട്ടിക്ക് വേറെ ക്ഷീണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സാറ് ചെയ്തു തരാണെങ്കിൽ ഒരു ടിയും ഗുളിയും തരികയാണെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു, വീട്ടിൽ പോകായിരുന്നു. അല്ല മാഷേ, അത് ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ പിന്നീട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിക്ക് ക്ഷീണം സംഭവിക്കുകയാണെങ്കിൽ പ്രയാസമാവും. അതുകൊണ്ട് ഒന്നുകൂടെ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ പോവാൻ നല്ലത്. ഇത് സാധാരണ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി ഡോക്ടർ സംഭവിക്കുന്ന ഒരു കാഷ്വൽ സംഭാഷണമാണ്. ഇതിന് ശേഷമാണ് ബാക്കി സാധാരണ പ്രയാസങ്ങൾ ഉണ്ടാവൽ. ഇതാരും കാണാതെ പോകുന്നൊരു സംഭാഷണമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് 2-3 കേസായി കേരളത്തിൽ രാവിലെ പാമ്പ് കടി ഏൽക്കുന്നു, വൈകുന്നേരം മരണപ്പെട്ടു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ശംഖുവരയൻ അഥവാ വള്ളിക്കെട്ടൻ, അതുപോലെ മൂർഖൻ, ഈ പാമ്പുകളുടെ പ്രത്യേകത അത് നമ്മളെ നെർവസ് സിസ്റ്റത്തെ, നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുക. അണലി അല്ലെങ്കിൽ മറ്റുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ ഹീമോടോക്സിക്കാണ്, രക്തത്തിനെയാണ് ബാധിക്കുക. ബ്ലീഡിങ് ഉണ്ടാവും, കിഡ്നിയെ ബാധിക്കും, ലിവറിനെ ബാധിക്കും. അത് ബാധിക്കാൻ തന്നെ 2-3 ദിവസം എടുക്കും. ഈ ക്രൈറ്റ് അഥവാ കോമൺ ക്രൈറ്റ് വള്ളിക്കെട്ടന് കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിഷം നമ്മളെ ശരീരത്തിൽ കയറി നമ്മളെ ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ ശ്വാസം കിട്ടില്ല. അപ്പോൾ ആളുകൾ പൊതുവെ ഇപ്പോൾ ഒരു 5-6 വർഷം മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, അട്ടപ്പാടി പോലുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു ദിവസം പാമ്പ് കടിച്ച് ഒരു കുട്ടിയെ കൊണ്ടുവരികയും അതിന് ഞാൻ അസൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് പാമ്പ് കടിച്ചു എന്ന് ബോധ്യപ്പെട്ട സമയത്ത് ഞാൻ റെഫർ ചെയ്യുകയും ചെയ്തു. അത് കുഴപ്പമില്ലാന്ന് കണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കിന് തിരിച്ചു വന്നു. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ എന്നോട് ബന്ധപ്പെട്ട് കുഴപ്പമില്ല, ഞങ്ങൾ തിരിച്ചു വന്ന് സന്തോഷമായിട്ട്, പോകേണ്ട ആവശ്യം വന്നില്ലായിരുന്നു എന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു പാമ്പ് കടിച്ച കേസ് വന്നു. അത് പാമ്പ് കടിച്ചതാണ്, വിഷം ഉണ്ടാവുന്ന സാധ്യത കണ്ട സ്ഥിതിക്ക് ഞാനത് റെഫർ ചെയ്ത് മറ്റു സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തി. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ കുട്ടിക്ക് ശ്വാസം കിട്ടാതെ ആവുകയും ഹോസ്പിറ്റലിൽ എത്തിയത് കൊണ്ട് മാത്രം വെന്റിലേറ്ററിൽ മാറ്റുകയും ശ്വാസം എടുക്കാനുള്ള സൗകര്യം കൊടുക്കുകയും ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വന്നതിന് ശേഷം റെഫർ ചെയ്തിരുന്നെങ്കിൽ അത് അപകടം സംഭവിച്ചിരുന്നു എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ഇത്തരം പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ആളുകളുടെ പൊതുവെ ഒരു ധാരണ അത് ചെറിയ അവിടെയുള്ള ടിയും കുറച്ച് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളതാണ്. വിഷം കാര്യമായിട്ട് പാമ്പിനില്ലെങ്കിൽ, അതല്ല പാമ്പിന് വിഷം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കടിക്കുമ്പോൾ അത് കാര്യമായിട്ട് ഏശിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ടി കൊടുത്ത് ചെറിയ മരുന്നൊക്കെ കൊടുത്താൽ മാറുമായിരിക്കും. ഇനി ഒരു പച്ചമരുന്നിൻ്റെ അടുത്ത് കൊണ്ടായാലും ഒരു 60% കേസും രക്ഷപ്പെടും. കാരണം അതിൽ വിഷമില്ല എന്നുള്ളതാണ്. വിഷമുണ്ട് ശരീരത്തിൽ ഏശി കഴിഞ്ഞാൽ, ഞരമ്പ് തളർന്നു കഴിഞ്ഞാൽ അതിന് കൃത്രിമ ശ്വാസം നൽകേണ്ടി വരും, അതിന് ആൻറ്റിവെനം കൊടുക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. മറ്റേ നമ്മൾ ചെറിയൊരു ക്ലിനിക്കിൽ പോയി, അവിടെ നിന്ന് അതിൻ്റെ തൊട്ട് മേലെ ഹോസ്പിറ്റലിൽ പോയി, അവിടെ നിന്ന് കുറച്ച് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി, പിന്നെ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴേക്കിന് സമയമെടുക്കും. ആ സമയത്ത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ആംബുലൻസ് വിളിച്ച് ആ വലിയ ഹോസ്പിറ്റലിലേക്ക് ഓടുക. അപ്പോൾ സമയം വൈകിയിരിക്കും. അപ്പം ഇത്തരം കേസുകളിൽ ഈ വള്ളിക്കെട്ടന് അല്ലെങ്കിൽ മൂർഖന് കടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, വിഷയേറ്റ് കഴിഞ്ഞാൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്തരം സൗകര്യമുള്ള ഹോസ്പിറ്റൽ വേണമെന്നുള്ളതിന് ഒന്നാമത്തെ തെളിവ്, 2-3 കൊല്ലം മുമ്പ്, എത്ര വർഷമായി, 2 കൊല്ലം തോന്നുന്നു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാമ്പ് പിടുത്തക്കാരനെ പാമ്പ് കടിക്കുകയും അതേതാണ് പാമ്പ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയുക, ആ പാമ്പ് അറിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലുകയും എത്രയും വേഗം ആംബുലൻസിൽ സൗകര്യമുള്ള തിരുവനന്തപുരത്തെ പ്രധാന ഹോസ്പിറ്റലിലേക്ക് എത്തുകയും വെന്റിലേഷൻ ട്യൂബ് ഇട്ട് ട്രോളിയിൽ കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. ആ വ്യക്തി ഇപ്പോഴും രക്ഷപ്പെട്ട്, പാമ്പ് കടി ആ വിഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോഴും നമുക്ക് കാണാം. വളരെ സന്തോഷം രക്ഷപ്പെട്ടതിൽ. അപ്പോൾ അതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിഷം ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിനുള്ള വേണ്ട ചികിത്സ നൽകിയാലേ രക്ഷപ്പെടുള്ളൂ. അത് എത്രയും വേഗം ലഭ്യമാക്കണം.
ഈ ഒരു കാര്യം പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.